തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപം തേങ്ങാമോഷണം പതിവാകുന്നു. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് ഉടയ്ക്കാനായി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ചാക്ക് കണക്കിന് തേങ്ങകളാണ് മോഷണം പോകുന്നത്. തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ മുന്നിൽ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ തേങ്ങ ഈ ഭാഗത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. ഈ ക്ഷേത്രത്തിൽ ഉടയ്ക്കാൻ വേണ്ടി വിൽക്കുന്ന തേങ്ങകളാണ്. 27 വർഷമായി നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ സ്വദേശി രമ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിൽ തേങ്ങ വിൽപ്പന തുടങ്ങിയിട്ട് ഇത്രയും നാൾ നേരിട്ടിട്ടില്ലാത്ത പരീക്ഷണമാണ് രമയുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടക്കുന്നത്. വിൽക്കാൻ എത്തിക്കുന്ന തേങ്ങകൾ കള്ളന്മാർ മോഷ്ടിക്കുന്നു. ഇതിനു മുമ്പേ 1-2 ചാക്കൊക്കെ എടുത്തോണ്ടൊക്കെ പോകും. അപ്പോഴും നമ്മൾ ആരും പരാതിപ്പെടില്ല. അടുക്കി വയ്ക്കുന്നത് 1 ചാക്ക് 2 ചാക്ക് എല്ലാം സ്ഥിരം പോണതായിരുന്നു ഇതിനു മുമ്പേയൊക്കെ. അപ്പോൾ ആരും വകവയ്ക്കില്ല. 1-2 ചാക്ക് പോയി കരഞ്ഞും വിളിച്ചും അങ്ങ് ഇരിക്കും. ഇപ്പോഴും തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോയി. അതിന് മുമ്പേ 1 മാസത്തേക്ക് മുമ്പേ എടുത്തത് അവിടെ നിന്ന് ഫസ്റ്റ് കൊണ്ടിട്ട് 1 മാസം ആവണം. എൻ്റെ റാണിയുടെ ബിന്ദുവിൻ്റെ പിന്നെ ആച്ചിയുടെ ഇന്ദിര ചേച്ചിയുടെ രേണുവിൻ്റെ ഇങ്ങനെ എല്ലാവരും 50 കിലോയുടെ 7 ചാക്കുകൾ ഞായറാഴ്ച കൊണ്ടുപോയി. ഇതിനു മുമ്പ് പലതവണയായി 50,000 രൂപയുടെ തേങ്ങയും മോഷണം പോയിരുന്നു. പലതവണ വ്യാപാരികൾ ഫോർട്ട് പോലീസിൽ പരാതി നൽകി. അന്ന് പോലീസിന് പരാതി കൊടുത്തിട്ട് അവർ ആളിനെ കണ്ടുപിടിച്ചില്ല. ഇവിടെ ക്യാമറയിൽ നോക്കിയപ്പോൾ വണ്ടി കണ്ടു. ആൾ എടുത്ത് തൂക്കി പിടിച്ചുകൊണ്ടിരുന്നത് മാത്രം 2 പേര് തൂക്കി എടുത്തുകൊണ്ടിരുന്നത് മാത്രം കണ്ട്. പോലീസ് എത്തി ക്ഷേത്രത്തിലെ CCTV പരിശോധിച്ചു. പാസഞ്ചർ ഓട്ടോയിലാണ് കള്ളന്മാർ തേങ്ങ കടത്തുന്നത്. പക്ഷേ ഓട്ടോയുടെ നമ്പർ മാത്രം ഒരു ക്യാമറയിലും വ്യക്തമല്ല. ചേട്ടാ കണ്ടായിരുന്നോ ഇത്? CCTV അമ്പലത്തിനകത്ത് CCTV നോക്കിയപ്പോൾ പാസഞ്ചർ ഓട്ടോയിലാണ് കയറ്റിക്കൊണ്ടുവന്നത്. മുഖമെല്ലാം മൂടി വെച്ചാണ് കൊണ്ടുപോകുന്നത്. അത് ഞങ്ങൾ 1:30 മണിക്ക് 2 മണിക്ക് ഇടയ്ക്കാണ് പോകുന്നത്. പുലർച്ചെ ഈ 2 മണിക്ക് സമയത്ത് മോഷണം ഇവിടെ ആരും കാണത്തില്ല. പോലീസ് വന്ന് പോലീസിൻ്റെ കൂടെ ഞങ്ങളും കൂടെ പോയി, ഞാനും കൂടെ പോയി. ഇവിടെ നിന്ന് അതുവരെയുള്ള ഈഞ്ചയ്ക്ക് വരെയുള്ള ദൃശ്യങ്ങൾ കിട്ടി. അതിനപ്പുറത്തോട്ടുള്ള ദൃശ്യങ്ങൾ ഓട്ടോറിക്ഷയിൽ വന്ന് 2 പേരാണ്. നമ്പർ 2 പേരാണ്. നമ്പർ ഫേക്കാണ്. ഫേക്ക് അല്ല, നമ്പർ തെളിയുന്നില്ല. രാത്രിയല്ലേ, ആൾക്കാരുടെ മുഖവും തെളിയുന്നില്ല. ഇവിടെ ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് ഒന്നിലും തെളിഞ്ഞില്ല. ഈ അമ്പലത്തിലെ ക്യാമറയിലാണ് കണ്ടത്. മറ്റ് ക്യാമറയൊക്കെ നോക്കിയത് ആ ക്യാമറ വർക്കല്ലെന്നാണ് പറഞ്ഞത്. ഏത് ക്യാമറ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. അന്വേഷിച്ചാൽ പറഞ്ഞു വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെയാണ് ഈ പാവങ്ങളുടെ ഉപജീവനം മുട്ടിക്കുന്ന കള്ളന്മാർ വിലസുന്നത്. ഇനിയിപ്പോ ലോഡ് ഇറക്കുന്നില്ലേ? ഇപ്പം വലുതായിട്ട് എടുക്കൂല. 2-4 തേങ്ങ ചാക്ക് എടുക്കേ ഉള്ളൂ. രാത്രി ഇവിടെ വെച്ചിട്ട് പോകണ്ടേ മിച്ചമുള്ളത്. പിറ്റേ ദിവസം എടുത്തോണ്ട് പോകണമെങ്കിൽ എന്തിരി എനിക്കുള്ള മാത്രം കൂടുതലാണ് പോണത്. ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യൂല. പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടുപുറകിലുണ്ട്, പഴവങ്ങാടിയുണ്ട്, ഇവിടെ ചുറ്റും ക്യാമറയുണ്ട്. ഇതിനെല്ലാം നടുവിലാണ് ഈ കള്ളന്മാർ ഈ മോഷണം നടത്തുന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഈ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആകുന്നു. ഇതുവരേക്കും കള്ളന്മാരെ പിടികൂടാനാകാത്തത് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്നും മനീഷിനൊപ്പം അജീഷ് കുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.